ഉമ്മമാരെ മക്കളെ പ്രാപുന്ന ഓരോ ഉമ്മമാരും കേട്ടോ. മാതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നാഥാ ഇവനെ നാണം കെടുത്താത് മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ചെറുപ്പക്കാര് കേട്ടോ, കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട്, മയക്കുമരുന്നടിച്ച് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഉമ്മാനോട് കയർക്കുന്ന, ഉമ്മാനെ തല്ലാൻ കൈവെക്കുന്ന കൂട്ടായിലെ ചെറുപ്പക്കാരാ. 12 വയസ്സോ 15 വയസ്സുള്ള 20 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള യുവത്വമേ, എന്റെ ചെറുപ്പക്കാരോ, മോശമായ രീതിയിൽ ഉമ്മാനെ ചീത്ത വിളിക്കുന്നവര്, എടി പൊടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കള്, ഇതൊക്കെ നിനക്കൊക്കെ പാടപാടാ, ഇതൊക്കെ ഓരോ മക്കൾക്കും പാടമാ. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും അറിഞ്ഞില്ല. നമസ്കാരമാണ്, ഇറങ്ങി നോക്കിയപ്പോ ഉമ്മ പോയി. പടച്ചവനെ, ജുറൈജ് ഇങ്ങനെ വല്ലാത്ത നിസ്കാരമാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും മഹാനായി കാണുകയാണ്, ജനങ്ങൾ മുഴുവനും ആദരിക്കുകയാണ്. പക്ഷേ ആ നാട്ടിലെ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവൾക്ക് ജുറൈജിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് വഴങ്ങുന്നില്ല. അവസാനം തന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജുറൈജിന്റെ മുന്നിലേക്ക് പെണ്ണ് കടന്നു ചെന്നിട്ട് ഉടുതുണിയങ്ങുരിയുകയാ. ജുറൈജിന്റെ മുന്നിൽ പോയി നിന്നു കൊടുക്കുകയാണ്. പക്ഷേ ജുറൈജ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അവിടെ നനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണിന് വല്ലാത്ത വൈരാഗ്യം വന്നു, അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുകയാ. പടച്ചറപ്പേ, ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. എല്ലാവരോടും പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്വം ജുറൈജാണ്. അവസാനം അവിടെ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞുമോനെ പ്രസവിച്ചു. ഈ പെണ്ണ് ചോര കുഞ്ഞുമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാഹുവേ, പലരും പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം നാട്ടുകാർ മുഴുവനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ജുറൈജിന്റെ വീട് തല്ലി ഒടിച്ചു.